ഇന്ന് അമ്മമ്മയും മാമനും വരുന്നുണ്ട് കുഞ്ഞുപെണ്ണിനെ കാണാൻ. അപ്പം ഞങ്ങളിങ്ങനെ കൊലയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. 28 ലാസ്റ്റായിട്ട് കുഞ്ഞാവേനെ കണ്ടിട്ടുണ്ടാവുക. പിന്നൊക്കെ വീഡിയോ കോളിലായിരുന്നു. തിന്നാൻ തോന്നുന്നു. അങ്ങനെയാക്കുമ്പോ കണ്ണ തന്നെ വിഷുവിന്റെ വിഷുവിനിടാനുള്ള രസാണ് അങ്ങനെ കുഞ്ഞാപ്പിക്ക് ആദ്യമായിട്ട് വിഷ് കൈനീട്ടം കൊടുത്തത്. കുഞ്ഞാപ്പിന്റെ കുഞ്ഞിക്കൈ നിറച്ചും പൈസയും പൊന്നൊക്കെ എപ്പോഴും ഉണ്ടാവട്ടെ കുഞ്ഞാപ്പിയെ. അങ്ങനെ കുഞ്ഞാപ്പിന്റെ ആദ്യത്തെ വിഷു കൈനീട്ടതാ. മുത്തശ്ശി കൊടുക്കുന്നതാ കൈനീട്ടം. കുഞ്ഞാപ്പി സന്തോഷം കൊണ്ടാണ്. കൈനീട്ടം മേടിക്കാൻ കുറച്ച് സങ്കടമൊക്കെ കാണിച്ചെങ്കിലും പിന്നെ ആ പിടി വിട്ടിട്ടില്ല കേട്ടോ. കുഞ്ഞാവിൻ്റെ ആദ്യത്തെ വിഷുവാണല്ലോ. അപ്പോൾ വലിയ മാമൻ്റെയും ചെറിയ മാമൻ്റെയും വക ഗോൾഡ് കോയിനും പിന്നെ അമ്മമ്മേൻ്റെ വക ഒരു വിഷുക്കോടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുഞ്ഞാവേൻ്റെ ആദ്യത്തെ വിഷു കൈനീട്ടാണ് കേട്ടോ ഈ 2 ഗോൾഡ് കോയിൻസ്. പിന്നെ കുറച്ച് കിളികൾ ടോയ്സുകളും ഉണ്ടായിരുന്നേ. ഇനിയും കുറേ കിളിക്കണ ഇങ്ങനത്തെ സാധനങ്ങൾ അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയ സൗണ്ട് ഉള്ളതൊന്നും കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അത് ചെവിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഇതിലൊക്കെ പിന്നെ കുഞ്ഞു കുഞ്ഞു ബീഡ്സാണ്. അത് വലിയ പ്രശ്നമില്ല കേട്ടോ. ഇതാണ് കേട്ടോ അമ്മമ്മ കൊടുത്ത വിഷുക്കോടി. നല്ല ഭംഗിയുണ്ടായിരുന്നു പാക്കേജിങ് കാണാൻ. ഉടുപ്പും നല്ല ഭംഗിയുണ്ട് കേട്ടോ. താഴെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റൊക്കെയാണ് വരുന്നത്. പിന്നെ എന്ത് സാധനം പുതിയത് കിട്ടിയാൽ ഒന്ന് എനിക്ക് ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കണം. നല്ല രസമല്ലേ. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതും ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ബിരിയാണി കഴിച്ച ഒരു മയക്കം അങ്ങോട്ട് മയങ്ങി. പിന്നെ ഒരു 5 മണിയായി എല്ലാവരും എണീക്കാൻ. എന്താ കുഞ്ഞു പെണ്ണുണ്ണീറ്റേ. അപ്പോൾ അത് എല്ലാവരും കൂടെ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അമ്മമ്മയും മാമനും ഇതാ ഇപ്പം ഇറങ്ങും. ഒന്ന് ഉറങ്ങി നീറ്റപ്പോഴേക്ക് അവള് നല്ല ആക്റ്റീവായി. മാമൻ്റെ കൂടെ ഒളിച്ച് കളി കളിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് രാവിലെ മൊത്തം അവൾ ഉറക്കം തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും ചായ കുടിക്കാൻ നിന്നു. അമ്മേൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും ഈ ഒരു ഉണ്ണിപ്പം കൊണ്ടുവരും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ചായയും കുടിച്ചിട്ടോ. അങ്ങനെ ചായ കുടിക്കാറില്ല ഇപ്പോൾ ഒന്നും. അങ്ങനെ പിന്നെ ഒരു 6-6:15 ആയപ്പോൾ അവർ ഇറങ്ങാൻ നിന്നിട്ടോ. ഇനി കോഴിക്കോട് വരെ എത്തേണ്ടതല്ലേ. അമ്മമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമം. ഇനി എന്നാ കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സങ്കടമായിരുന്നു. അങ്ങനെ അവർ പോയി. അങ്ങനെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.